അതുപോലെ തന്നെ റീസെന്റ് ടൈമിൽ ജാൻമണി ഒരു ഇന്റർവ്യൂല് ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ് നോട്ട് റിവീൽ പേര് പറയുന്നില്ല, ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റിന്റെ ഐഡന്റിറ്റി ഇതാണ് എന്ന്, ലൈക്ക് ഹീസ് എ ഗേ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഷീസ് ലൈക്ക് ഒരു ഹ്യൂമിലേറ്റിംഗ് രീതിക്ക് ക്രിട്ടിസൈസിങ് ആണ് ഒരു ആളെ. ഇങ്ങനെ അവന്റെ ഐഡന്റിറ്റി പുറത്ത് പറയുന്നില്ല, നിങ്ങൾ ഐഡന്റിറ്റി ഗേ ആണെങ്കിൽ ലെസ്ബിയൻ ആണെങ്കിൽ നിങ്ങൾ ഓപ്പൺ അപ്പായി സംസാരിക്കണം, അങ്ങനെയാണ്. അത് അടിച്ചേൽപ്പിക്കലാണ് ആക്ച്വലി. ഒരു പരിധി വരെ അല്ല, നമുക്ക് നോക്കുമ്പോൾ വളരെ ഹ്യൂമിലേറ്റിംഗ്, നമുക്ക് വ്യൂസിനെ തന്നെ നമുക്ക് തോന്നും വൈ ഷീസ് ലൈക്ക് ഇങ്ങനെ തോന്നും. അതൊക്കെ കാണുമ്പോൾ ആസ് എ ലൈക്ക് ഒരു ആക്ടിവിസ്റ്റ് ആണ്, ഒരു അത്യാവശ്യം ഒരു ഫെയിം ഉള്ള ഒരാളാണ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിക്ക് അതൊക്കെ കാണുമ്പോൾ വാട്ട്സ് യുവർ റെസ്പോൺസ് ഓവർ ദാറ്റ് മാം? എന്റെ റെസ്പോൺസ് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാനുള്ള അവകാശമില്ല. ഐ എം എ സെലിബ്രിറ്റി, സോ ഐ ക്യാൻ ടെൽ എനിത്തിങ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ഓക്കെ, സോ ഇഫ് ജാൻമണി ദാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റോങ്, അത് തെറ്റാണ്. ബിക്കോസ് എൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത് അത് ഡിക്ലെയർ ചെയ്യണോ, എൻ്റെ സെക്ഷുവാലിറ്റി ഡിക്ലെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. സോ എൻ്റെ സെക്ഷുവാലിറ്റി ഇതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ I'll say അതീസ് ഐ വിൽ നോട്ട്. അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. കാരണം നിങ്ങൾ പറയുന്നത് സമൂഹത്തിനെ പരിവർത്തനപ്പെടുത്തണം എന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് ഞാനൊരു ട്രാൻസ് വുമൻ ആണ്, യു ഹാവ് ടു അക്സെപ്റ്റ് ട്രാൻസ് വുമൻ, ട്രാൻസ്ജെൻഡർ പീപ്പിളിനെ അക്സെപ്റ്റ് ചെയ്യണം, LGBTQIA+നെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അപ്പുറത്തെ വർക്കിൽ ഇങ്ങനെയാണെന്ന് പറയുന്നത് ഇറ്റ്സ് ഇരട്ടത്താപ്പെന്ന് നമ്മൾ പറയും. സോ ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ് അല്ല. മാമിനനുസരിച്ച് കറക്റ്റ് അല്ല. പൊതുവെ അങ്ങനെ അല്ല, കറക്റ്റ് അല്ല, ഇറ്റ്സ് കറക്റ്റ് അല്ല. ബിക്കോസ് നമ്മളെയൊക്കെ കാണുന്ന ഒരുപാട് പേരില്ലേ, അപ്പൊ നമ്മളെ കാണുന്ന ആൾക്കാരിലേക്ക് നമ്മളൊരു നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ബിക്കോസ് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഓൾവേസ് ദ വേർഡ്സ് വി കം ഔട്ട് ഓഫ് ഫ്രം അവർ മൗത്ത് ഹാസ് ടു ബി റെസ്പോൺസിബിൾ. വെറുതെ എന്തെങ്കിലും നമുക്ക് പറയാൻ പാടില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ജീവിക്കുന്ന അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. എവ്രി വൺ ഹാസ് എ ഫോൺ, വീഡിയോ ആണ്, സോഷ്യൽ മീഡിയ. എപ്പോഴും അങ്ങനെ ഇരിക്കണം, അലേർട്ട് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇറ്റ്സ് നോട്ട് അലേർട്ട്, റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മൾ പൊതുസമൂഹത്തിൽ നിന്നൊരു കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറെ എല്ലാവർക്കും മനുഷ്യർക്ക് ഇടയിലുള്ളതാണ്, ജലസ് ഉണ്ട്, ഈഗോ പ്രശ്നങ്ങളുണ്ട്. സോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അങ്ങനെ പലർക്കും അങ്ങനെ കുറെ ക്ലാഷുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാമിന്റെ ഒരു വ്യൂ എന്തായിരിക്കും അതിനെപ്പറ്റി? കാരണം അത് ആവശ്യമാണ് അങ്ങനെ, കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പോയാലാണ് നമുക്ക് നന്നായിരിക്കും, ലോകം അങ്ങനെ നന്നായി പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ക്ലാഷ് ഉണ്ടാവുന്നു, പരസ്പരം അങ്ങോട്ട് പറയുന്നു, സോ കോൾ കുലസ്ത്രീ എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ വിഷമാണോ അതോ മാമിന് ഇങ്ങനെ കൺഫ്യൂസിങ് ആണോ? എന്താണ് ഇവർ ഇങ്ങനെ? ഏത് മാമിന്റെ ചോദിക്കുകയാണെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് മാമിന്റെ ഒരു ഫീൽ എങ്ങനെയാ? സി, വേൾഡ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി വൗ നോട്ട്. ഓക്കെ, ഇവിടെ എല്ലാം ഉണ്ട്. അതെ, ദർ ഇസ് പീപ്പിൾ സപ്പോർട്ട് യു, പീപ്പിൾ ഹു നിങ്ങളെ വലിച്ച് താഴെ ഇടാനുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ സമ്മിശ്രമായിരിക്കണം. ബിക്കോസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ 10 പേര് ഉണ്ട് വെച്ചാല് നമ്മൾക്കെതിരെ നെഗറ്റീവ് പറയാനും നമ്മളെ താഴേക്ക് വലിക്കാനും ആൾക്കാർ വേണം. ദെനുള്ളി നമുക്ക് ആ ഒരു എനർജി എടുത്ത് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ എനിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫ്രം മൈ ഓൺ പീപ്പിൾ. അത്തരം അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഐ കൺസിഡർ ഇറ്റ് ആസ് ഓക്കെ, ഐ ഷോ യു. യെസ്. സോ ഇപ്പൊ റീസെന്റ് തന്നെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആൻഡ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തെரியപ്പെടുത്തൽ, അക്നോളജ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലേ? എല്ലാവരും, ഞാനായാലും സൂരജ് ആയാലും ഒക്കെ അക്നോളജ് ചെയ്യപ്പെടുക, ആൾക്കാരിലേക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അക്നോളജ് ചെയ്യപ്പെടണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. സോ കമ്മ്യൂണിറ്റിക്കിടയിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. ആൻഡ് ഐ ഫെൽറ്റ് സോ ബാഡ്. ആൻഡ് പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ തിരിച്ചുള്ള റിപ്ലൈ എങ്ങനെയായിരുന്നു വെച്ചാൽ, റീസെൻ്റ്ലി ഐ ഹാവ് പെർഫോംഡ് ഇൻ ത്രിഭംഗി നാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ വിച്ച് കണ്ടക്റ്റഡ് ബൈ കേരള സംഗീത നാടക അക്കാഡമി. ആൻഡ് ആ ഒരു ഫെസ്റ്റിവലിൻ്റെ എൻ്റെ ബൈറ്റ് റിപ്പോർട്ടഡ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുപരി the minister herself, Dr. R. Bindu minister herself
എന്താണ് എൻ്റെ പേര് മെൻഷൻ ചെയ്തു ഇൻ ഹർ ഉദ്ഘാടന ഇനാഗുറേഷൻ പ്രസംഗത്തിൽ എൻ്റെ പേര് മെൻഷൻ ചെയ്തു ദാറ്റ് അദ്രിജ ഇസ് പെർഫോമിങ് ടുമോറോ, എല്ലാവരും കാണാൻ വരണം, ഷീ സച്ച് എൻ വണ്ടർഫുൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മിനിസ്റ്റർ അഡ്രസ്സിങ് യുവർ നെയിം. യെസ്. സോ ദാറ്റ് ഇറ്റ്സെൽഫ് ഡെഫിനറ്റ്ലി അത് മാത്രം മതി നമുക്ക് അല്ലേ? അതെ. സോ പീപ്പിൾ വിൽ എന്താണ് നിങ്ങളെ താഴേക്ക് വലിക്കാൻ നോക്കും. അതെ. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ഒരു നിങ്ങളുടെ പാത്ത് ഇസ് കറക്റ്റ്, നിങ്ങൾ പോകുന്ന വഴി കറക്റ്റ് ആണെങ്കിൽ എവറിത്തിങ് കം എന്താ നന്നായിട്ട് തന്നെ വരും. ആ വഴിയിൽ തന്നെ വന്ന് ചേരും എന്ന് പറയുന്ന പോലെ അല്ലേ? അതുപോലെ തന്നെ ഈ മാമിന് ഇപ്പൊ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരനെ ഹേറ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ സക്സസ് കണ്ടിട്ട് ഈ ഹേറ്റേഴ്സ് മാമിന്റെ അടുത്തോട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ വലിയ ബോധേടാവുന്ന ഒരു വ്യക്തിയല്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് തുല്യ നിന്ദ സ്തുതിർ മൗനിഹി എന്ന് പറയും. അതായത് നിന്ദിക്കുന്നവരെയും സ്തുതിക്കുന്നവരെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. സോ ഞാൻ അങ്ങനെയാണ്. എന്നെ വന്നിട്ട് വാവ് അദ്രിജ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്ന ഒരാളും എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതാണ് ചെയ്യണത്. അദ്രിജയെ പറ്റിയിട്ട് മോശം പറയുന്ന ഒരു വ്യക്തിയും എന്നെ സംബന്ധിച്ച് നല്ലതാ ചെയ്യണത്. ഇൻ വൺ വേ ഓർ അനദർ വേ എനിക്ക് നല്ലതാ ചെയ്യണത്. ബിക്കോസ് ഞാൻ അതിൽ നിന്ന് കുറച്ചുകൂടി പവർ യെസ്. സോ എനിക്കതിൽ ഞാൻ ബോധേഡാവുന്ന ഒരു വ്യക്തിയെ അല്ല. ഓൺലി നമുക്ക് നമ്മുടെ കാര്യം അങ്ങനെ അതാണ് ബെറ്റർ ആയിരിക്കുന്നത് തോന്നുന്നു. ഇപ്പോഴും ബട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയത്ത് യു ഹാവ് ടു ടോക്ക്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു അനുഭവം ഇവിടെ പറഞ്ഞില്ലേ, അതെ, ഞാനത് വേറെ ആരോടും ഡിസ്കസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ സമയത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ബിക്കോസ് നമ്മുടെ വേർഡ്സിന് വാല്യൂ ഉള്ളിടത്ത് മാത്രം സംസാരിക്കുക, അല്ലാത്തടത്ത് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. സൈലൻസ് അവിടെ ഇനഫ് ആണ്. അതെ അതെ, സൈലൻസ് സ്പീക്സ് എ ലോട്ട് വേർഡ്. ആൻഡ് നേരത്തെ പറഞ്ഞ +1 +2 അത് ആ സമയത്താണ് ഡാൻസ്. പക്ഷെ ഡെഫിനറ്റ്ലി ചെറിയ പ്രായം മുതലേ യു നോ ഓക്കെ ലൈക്ക് എനിക്കൊരു സ്ത്രീ ആവണം, അതെന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. സോ അത് ആ അറിഞ്ഞ സമയത്ത് കൺഫ്യൂസിങ് ആയിരുന്നു ആ ഒരു ഏജിൽ. ആ സമയത്ത് ഇങ്ങനെ ഇത് ആരോട് പറയും, ഞാൻ ഇത് എങ്ങനെ അങ്ങനെ ബോധഡാണ്. അതൊന്നും കുറെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിരുന്നില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ബോധഡ് ആയിരുന്നില്ല. ലൈക്ക് ഞാൻ വളരെ കൂളായിട്ടാണ് പോയത്. സോ അദ്രജ ആസ് എ പേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ ഹൗ വാസ് യുവർ ജേർണി, ചൈൽഡ്ഹുഡിലെ ജേർണി? ഞാൻ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓക്കെ, കൺഫ്യൂസ്ഡ്. ഞാൻ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശരിക്കും ഓക്കെ, അയ്യോ ദൈവമേ എനിക്ക് എന്താ ഇങ്ങനെ, ഞാൻ അവരെ പോലെ അല്ലല്ലോ, അവരൊക്കെ എന്നെ കളിയാക്കുന്നില്ലേ, എന്നെ നല്ല വഴിക്ക് നടത്തണേന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് നോ എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറയണത് ഒരു 10-11 വയസ്സിലെ കാര്യമാണ് പറയണത്. സോ എനിക്ക് അറിയില്ല എന്താ എന്നിൽ സംഭവിക്കണത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കണത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയില്ലല്ലോ. സോ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു കളിയാക്കലുകൾ അത് സഹിക്കാൻ പറ്റാത്തൊരു മൊമെന്റിൽ നമ്മൾ ഓക്കെ നമുക്ക് ഇനി ഇങ്ങനെ അഭിനയിക്കാം, വളരെ മാസ്കുലിനായിട്ട് അഭിനയിക്കാം എന്നുള്ള ഒരു പരിപാടി ഉണ്ട്. ഈ അഭിനയിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ ലൈക്ക് ഫുള്ളി ഡ്രെയിൻഡ് ആവും. നമ്മൾ മെന്റലി ഇമോഷണലി നമ്മൾ വല്ലാത്തൊരവസ്ഥയിലാവും. ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയും. സോ എന്താണ് നമ്മളിൽ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സുമായിട്ട് മാച്ച് ആവുന്നില്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളല്ലാതെ സംസാരിക്കുന്നു. ഇപ്പൊ ഞാൻ സൂരജിനോട് വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല കോൺഫിഡന്റ് ആയിട്ട്, ഉള്ളിലേക്ക് വലിഞ്ഞ് ഇങ്ങനെ അഭിനയിച്ച് അപ്പൊ നമ്മളല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ. അവിടെ നിന്നാണ് ഓക്കെ എനിക്ക് എന്താ സംഭവിക്കണതെന്ന് എനിക്ക് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഞാനൊരു 5 വർഷത്തോളം ഒരു പഠനം നടത്തി ഇതിനെ പറ്റിയിട്ട്. ഓക്കെ എനിക്ക് എന്താണ് സംഭവിക്കണത്, ബയോളജിക്കലി എന്താണ് സംഭവിക്കണത്, ഇമോഷണലി ഇത് എന്താണ് സംഭവം എന്ന് ഞാനൊരു 5 വർഷത്തോളം അതിനെപ്പറ്റി പഠിച്ചു. ദെൻ ഓൺലി ഐ കെയിം ഔട്ട്.